Hello guys, Back and Tech in മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം പറയാനായിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഇത് അറിയാത്ത ഒരുപാട് ആൾക്കാർ കാണും. അപ്പോൾ അവരൊക്കെ ട്രാപ്പിൽ വിടാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പം റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഒരു 59 ആപ്സ് നിരോധിച്ചായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ടിക്ടോക്ക്, ഹലോ അങ്ങനെ ചില ഫേമസ് ആയിട്ടുള്ള ആപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഈ ടിക്ടോക്കിന് വേണ്ടി വെറി പിടിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കുറേ സ്പൈ വർക്കേഴ്സ് ടിക്ടോക്ക് പ്രോ, ടിക്ടോക്ക് പ്ലസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യും, ചില അതേപോലത്തെ ക്ലോൺ വേർഷനുള്ള ആപ്പ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ അറിയണം. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിൽ കയറി നോക്കിയാലും ചിലപ്പോൾ വാട്സാപ്പിൽ കയറി നോക്കിയാലും ചിലപ്പോൾ നിങ്ങളുടെ നോർമലായിട്ടുള്ള ടെക്സ്റ്റ് മെസ്സേജിലായാലും നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും, ഡൗൺലോഡ് ടിക്ടോക്ക് പ്രോ അല്ലെങ്കിൽ ടിക്ടോക്ക് പ്ലസ് ഫ്രം ദിസ് ലിങ്ക് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തു നിങ്ങൾ അതിനകത്ത് ഓപ്പൺ ചെയ്ത് എൻ്റർ ചെയ്ത് അലോ അസസ് കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിലെ ഫ്രണ്ട് ക്യാമറ അതുപോലെ തന്നെ മൈക്രോഫോൺ എല്ലാ കാര്യങ്ങളും ഓണാവും. നിങ്ങളുടെ ഈ മൈക്രോഫോൺ ഓണായ കാര്യമോ നിങ്ങളുടെ ക്യാമറ ഓണായ കാര്യമോ ഒന്നും നിങ്ങൾ അറിയത്തില്ല. ജസ്റ്റ് അത് ഹിഡനായി കിടക്കും. പക്ഷേ അവർ നിങ്ങളുടെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ വോയിസ് അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കുക. ആൻഡ് ഓൾസോ നിങ്ങളിപ്പം നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാസ്വേഡും യൂസർ നെയിമും ടൈപ്പ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഈ ഒരു സ്പൈ ആപ്പ് ട്രാക്ക് ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ ക്യാഷ് ഉറപ്പായിട്ടും പോകും. കാരണം കുറേ പേർക്ക് ക്യാഷ് പോയി. അതുകൊണ്ടാണ് രാവിലെ തന്നെ ഞാൻ ഈ ഒരു ന്യൂസ് അറിഞ്ഞതും ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. ഇപ്പം നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ആപ്പിനകത്ത് എൻ്റർ ആവുന്ന ടൈമിൽ അവരൊരു അസസ് ചോദിക്കും. അലോ അസസ് ടു യുവർ കോൺടാക്റ്റ് അല്ലെങ്കിൽ മെമ്മറി അല്ലെങ്കിൽ മീൻസ് നിങ്ങളുടെ ഗാലറി ഇങ്ങനൊരു അസസ് ചോദിക്കും. ഇതേ സെയിം കാര്യം നിങ്ങൾക്ക് വരുന്ന ആ മെസ്സേജിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ടൈമിൽ അവർ ചോദിക്കും അലോ അസസ് ടു യുവർ വെബ് ക്യാം, യുവർ മൈക്രോഫോൺ. മോസ്റ്റ്ലി നമ്മളാരും വായിക്കാറില്ല, ജസ്റ്റ് അലോ കൊടുത്തങ്ങ് വിടാറാണ് പതിവ്. അലോ കൊടുത്തങ്ങ് വിടും. പിന്നെ ഈ ആപ്പ് പിന്നെ വർക്കാവത്തില്ല. ഈ ടിക്ടോക്ക് പ്ലസിൻ്റെ അതേ ലോഗോയും സെയിം കാര്യങ്ങളെല്ലാം ആപ്പിൽ കാണും. നിങ്ങൾ അലോ കൊടുത്ത് ആപ്പ് എൻ്റർ ആവാൻ നോക്കുന്ന ടൈമിൽ ആപ്പ് ഓൺ ആവത്തില്ല. അത് പിന്നെ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാലും നിങ്ങളുടെ ഫോണിൽ ഈ ഒരു സ്പൈ ആപ്പ് എവിടെയെങ്കിലും ഹൈഡായി കിടക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, നിങ്ങളുടെ ചാറ്റ് റെക്കോർഡ്, നിങ്ങളുടെ ഹിസ്റ്ററി, നിങ്ങളുടെ ഡേറ്റാസ് ഫുൾ അവർ കളക്ട് ചെയ്യും. ഫുൾ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് നല്ല മുട്ടം പണി കിട്ടും. അതുകൊണ്ട് ഒരു കാരണവശാൽ ഇതുപോലെയുള്ള ലിങ്കുകളിൽ അൺവെരിഫൈഡ് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യുകയോ അതിനകത്ത് ചോദിക്കുന്ന ആക്സസിന് അലോ കൊടുക്കുകയോ ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ക്യാഷ് പോകും, ഉറപ്പാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ചെയ്യരുത്. എനിക്ക് വന്ന മെസ്സേജസ് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഇതുപോലത്തെ സെയിം മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം വീട്ടിൽ ഇരുന്ന് മേലനങ്ങാതെ തടി കുറയ്ക്കാം എന്നൊരു മെസ്സേജ്, അതിനകത്തൊരു ലിങ്ക് ഉണ്ടായിരുന്നു, ആപ്പിൻ്റെ ലിങ്ക്. അതുപോലെ തന്നെ ടിക്ടോക്ക് പ്ലസിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, ഡൗൺലോഡ് ടിക്ടോക്ക് പ്ലസ് എന്ന് പറഞ്ഞുകൊണ്ട്. ഞാനത് തൊട്ടിട്ടില്ല. കാരണം ആ സമയത്താണ് ഞാനിങ്ങനെ അറിഞ്ഞത്. ന്യൂസൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ആ സമയത്താണ് കണ്ടത് ഇങ്ങനെ കുറേ ആൾക്കാരെ പൈസ പോയി ഇങ്ങനെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത്. അപ്പോൾ ഒരു കാരണവശാലും ഗൈസ് നിങ്ങളത് ചെയ്യരുത്. അപ്പം ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. അപ്പം ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തുക. മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.